ുള്ളത്. അറിവ് വായിച്ചും പഠിച്ചും തർക്കിച്ചും വരുന്നു എന്നാണ് ആധുനിക മതം. അറിവ് തപസ്സിലൂന്നി ഉണ്ടാകുന്നു എന്നാണ് പ്രാചീന മതം. രണ്ടിനും അതിൻ്റെതായ പ്രസക്തിയുണ്ട്. രണ്ടിനും അതിൻ്റെതായ ദോഷങ്ങളും ഗുണങ്ങളും ഉണ്ടാകാം. പക്ഷേ അവനവന്റെ ശാന്തിയെ സംബന്ധിച്ചാണെങ്കിൽ തപസ്സിലൂന്നിയ അറിവിലൂടെ മാത്രമേ ലഭിക്കൂ. അത് മറ്റതിലൂടെ ലഭിക്കില്ല. തർക്കിച്ചും വാദിച്ചും ലഭിക്കുന്ന അറിവുകൾക്കെല്ലാം ഇരുപക്ഷത്തിനും ഉണ്ടാകുന്ന പരാഭവത്തിൻ്റെ ദുഃഖം അതിൻ്റെ സ്വഭാവമാണ്. ആധുനിക ലോകം അത് വർദ്ധിക്കുന്ന വിധത്തിലാണ് അറിവിൻ്റെ രംഗങ്ങളെ കൊണ്ടുപോകുന്നത്. അവിടെ അറിവ് കാണുന്നതും കേൾക്കുന്നതും തൊട്ടറിയുന്നതും എല്ലാമാണ്. അവ സത്യമാണെന്ന് ഗണിക്കുന്നൊരിടവേളയിൽ ആ അറിവിന് പ്രസക്തിയുണ്ട്. പക്ഷേ ആ അറിവ് അപ്പോൾ ഒരു മൃത്യുവിനെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ വേദന കഠോരമാണ്. ഭാരതീയർ ഇവിടെയാണ് ശ്രദ്ധിച്ചത്. എനിക്ക് വെളിയിൽ ഞാൻ കാണുകയും കേൾക്കുകയും തൊട്ടറിയുകയും ചെയ്യുന്നതെല്ലാം അറിയുന്നൊരു നിമിഷത്തിൽ മാത്രമേ ഉള്ളൂ. അതിനപ്പുറവും ഇപ്പുറവുമില്ല. ആ നിമിഷത്തിൽ അത് അറിവായിത്തീരുന്നത് അതിനറിയുന്ന എന്നെ വേദനിപ്പിച്ചുകൊണ്ടും കൊന്നുകൊണ്ടുമാണ്. ഇതിലാണ് പ്രാചീനർ ഊന്നൽ കൊടുത്തത്. ഞാൻ എന്ന ചിരന്തനവും ഏകവുമായ അറിവിനെ ഇല്ലാതാക്കി മാത്രമേ അറിയപ്പെടുന്ന അറിവുകളെല്ലാം ഉള്ളൂ. അതറിയുന്നതും അതിന് പ്രാധാന്യം വരുന്നതും അതിനായിക്കൊണ്ട് എല്ലാം ചെലവഴിക്കുന്നതും ഏകമായ അതിനെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരാത്മസത്തയെ ഹിംസിച്ചുകൊണ്ട് മാത്രമേ പറ്റൂ. അവിടെ എല്ലാ വൈതാളിക പ്രശ്നങ്ങളും സംജാതമാകുന്നു എന്ന് ഒരു തരം അറിവ്. ഞാനെന്നത് താൽക്കാലികവും എൻ്റെ ശബ്ദസ്പർശ രൂപരസഗന്ധാദികളിലൂടെ ഉള്ള അറിവ് ചിരന്തനവുമാണ്. അത് ഞാനില്ലെങ്കിലും ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് അതിനെ അറിയുകയും പഠിക്കുകയും ചെയ്യുകയാണ് എനിക്ക് കരണീയം. അതറിയണം. അതറിയുന്നവനൊക്കെ അറിവുള്ളവനാണ് എന്നത് വേറൊരു ദിശയിലെ അറിവ്. രണ്ടാമത്തതാണിന്ന് നാം വർത്തിക്കുന്നത്, നാം അനുവർത്തിക്കുന്നത്. അതൊന്ന് പഠിച്ച് ഒരു കണ്ണിന് സമ്മതമായി സങ്കൽപ്പിച്ച് അത് ശരിയാണെന്ന് തീരുമാനിച്ച് കഴിയുമ്പോൾ അടുത്തയാളത് നോക്കിക്കാണുന്ന രീതി മാറിയാൽ അതിനെ അപഗ്രഥിക്കുന്നതിന് അയാൾ ഉപയോഗിക്കുന്ന യുക്തി അല്പമൊന്ന് വ്യതിചലിച്ചാൽ ഞാൻ കണ്ടെത്തിയത് അസത്യമായി തീരും.
ഒന്ന്, ഞാൻ ഇല്ലാതായി അറിവിന് പ്രാധാന്യം കൊടുത്തറിഞ്ഞ് അത് പ്രിന്റ് ചെയ്ത് പുസ്തകത്തിലാക്കി 1000 പേരെ പഠിപ്പിച്ച് അതറിവാണെന്ന് സമ്മതിച്ച് അതിനുള്ള അവാർഡും ഞാൻ വാങ്ങിക്കഴിഞ്ഞ് നോബൽ സമ്മാനം വരെയാകാം. ഞാൻ വ്യാഖ്യാനിച്ച ദിശയിൽ നിന്ന് മാറ്റി മറ്റൊരു പണ്ഡിതൻ വ്യാഖ്യാനിച്ച് ഞാൻ സമ്മതമാക്കി കൊടുത്ത ആളുകൾക്ക് അയാൾ വേറൊരു ദിശയിൽ അത് സമ്മതമാക്കി കൊടുത്താൽ ഞാൻ പറഞ്ഞ അറിവില്ലാതായി, അയാൾ പറഞ്ഞ അറിവ് കാലികമായി. ഇങ്ങനെ ഒരറിവ് അടുത്തയാളിൽ അറിവില്ലായ്മയായി അയാൾ അതിനെ നിരസിച്ച് സാമൂഹികമായി അംഗീകരിപ്പിക്കുന്ന പാരമ്പര്യത്തെയാണ് നാം ഇന്ന് ആധുനിക ഭാഷയിൽ ശാസ്ത്രമെന്ന് വ്യവഹരിച്ചു പോരുന്നത്. അതിലല്പം പോലും അറിയുന്നവന് സ്ഥാനമില്ല. അറിവ് 3 തലങ്ങളോട് കൂടിയതാണ്. ഒന്ന്, അറിയുന്ന വസ്തു, അറിയുക എന്ന പ്രക്രിയ, അറിയുന്നവൻ. അറിയുന്ന വസ്തുവും അറിയുക എന്ന പ്രക്രിയയും അറിയുന്നവനും പ്രാചീനർ അറിയുന്നവനെ അവലംബിച്ചാണ് മറ്റു രണ്ടും. സൂക്ഷ്മമായി ആലോചിച്ചാൽ മറ്റു രണ്ടും അറിയുന്നവനിൽ അസ്തമിക്കും എന്ന് ഏതൊരുവൻ അറിയുന്നുവോ അവന് മാത്രം അറിയുന്നു എന്ന് പറഞ്ഞതാണ്. അഷ്ടാവക്രഗീതയിലെ വിഷയവും ഇതാണ്. ഇത് പഠിക്കാൻ അധികാരികൾ തനിക്ക് വെളിയിലാണ് അറിവ്, അത് താനുണ്ടാകുന്നതിന് മുമ്പുണ്ടായിരുന്നു, തനിക്ക് ശേഷമുണ്ടാവും, ഞാനെന്നതൊരറിവല്ല, ഒരു സ്ഥൂലമായ ചേർച്ചയാണ്, അതെൻ്റെ ശരീരമാണ്, അതിസ്ഥൂലമായ ശരീരമാണ്, അത് അസ്തമിക്കുന്നതോടെ ഞാൻ അസ്തമിക്കുന്നു. എന്നാൽ ലോകമെന്ന അറിവ് ഞാൻ അസ്തമിച്ചാലും ഉണ്ടായിരിക്കുന്നു എന്ന് തീരുമാനിക്കുന്നവർ ഈ വിഷയത്തിന് അധികാരികളല്ല. അവർക്കിത് മനസ്സിലാവില്ല. അവർക്ക് മനസ്സിലാവാത്തത് വിഷയത്തിൻ്റെ ഗൗരവം കൊണ്ടല്ല, അവരുടെ ചിന്തയുടെ രീതി കൊണ്ടാണ്. ഞാനെന്നത് ശരീരമില്ലാതെയും ചേഷ്ടിക്കുന്നതാണെന്നും അറിവെല്ലാം എന്നിലാണ് സ്ഫുരിക്കുന്നതെന്നും ഞാനാണ് ഈ വസ്തുക്കളെ സൃഷ്ടിക്കുന്നതെന്നും നിരന്തരമായ വസ്തുവുമായ ബന്ധത്തിൽ നിന്ന് സംശയിക്കുന്നവരുണ്ട്. അറിഞ്ഞവരുണ്ടെന്നല്ല പദം, സംശയിക്കുന്നവരുണ്ട്. അറിഞ്ഞവരും ഇതിനധികാരിയല്ല. കാരണം അറിഞ്ഞവർക്ക് ഇനി പഠിക്കണ്ട. അറിഞ്ഞില്ല എന്നാൽ അങ്ങനെയല്ലേ ശാസ്ത്രത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒന്നും സ്ഥായിയായി നിൽക്കുന്നില്ല എന്ന് കണ്ടിട്ട്, എല്ലാം മനസ്സിന്റെ സങ്കല്പനത്തിനപ്പുറം ഇല്ലെന്ന് അറിഞ്ഞിട്ട്, ഇതെല്ലാം പഠിക്കാനും ഇതൊന്നും അനുവർത്തിക്കാൻ പറ്റാതിരിക്കാനും ഇടയാക്കിയ സാഹചര്യത്തിൽ സംഘർഷമുള്ളവരായി തീർന്ന് ഒന്നും പഠിക്കാൻ മെനക്കെടാതെ അറിവിനെ അപ്പപ്പോൾ ഉപയോഗപ്രദമാക്കാൻ കഴിഞ്ഞവർ
ഒരു കൂട്ടർ. എല്ലാം പഠിക്കുക, അതറിഞ്ഞു വയ്ക്കുക, ആരെങ്കിലും പറയുമ്പോൾ മാത്രം അതും എനിക്കറിയാമായിരുന്നല്ലോ എന്ന് തോന്നുക, അതിൻ്റെ ഉപഭോഗമില്ലാതിരിക്കുക, ശാന്തി ലഭിക്കാതിരിക്കുക എന്നൊരു കൂട്ടർ. ഇങ്ങനെ രണ്ടു കൂട്ടർ ലോകത്തുണ്ടെന്നാണ് ആളുകൾ പറയുന്നത്. ശരിയാണോ ആവോ? അനുഭവത്തിൽ ശരിയാണോ ആവോ? ഒന്നും കാര്യമായൊന്നും പോയി പഠിക്കാതിരിക്കുക പുസ്തകത്തിൽ നിന്നൊക്കെ. ജീവിതത്തിൽ ആവശ്യം വരുമ്പോൾ അന്ധക്കരണത്തിൽ നിന്ന് വന്നത് പ്രയോജനപ്പെടുക, സാർത്ഥകമായി അതിൽ ജീവിക്കാൻ കഴിയുക. പഠിച്ചതിൻ്റെയും ചെയ്തതിൻ്റെയും ഒന്നും തലങ്ങളിൽ മനസ്സ് വ്യാപരിച്ച് അസ്വസ്ഥമാകാതിരിക്കുക, സദാ സർവദാ ശാന്തമായിരിക്കുക. ഇങ്ങനെ ഒരു കൂട്ടർ. എവിടുന്നൊക്കെയോ പഠിച്ചു, പഠിച്ചതൊക്കെ ഉണ്ട്, ആരെങ്കിലും പറഞ്ഞാൽ വെളിവാകും. സ്വന്തം ജീവിതത്തിൽ പ്രയോഗത്തിൽ വരുമ്പോൾ ഇതൊന്നുമില്ല. ഇങ്ങനെ അസ്വസ്ഥരാകുക. അപ്പോൾ പഠിക്കാൻ ഒരുപാട് സമയം ചെലവഴിച്ചു, പഠിക്കാനുള്ള ധനം മുഴുവൻ ചെലവഴിച്ചു, പഠിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഒട്ടേറെ കയ്യിലുണ്ട്, പഠിച്ചവനെന്ന് പറഞ്ഞ് ലോകം ഗംഭീരമായി അംഗീകരിക്കുന്നുമുണ്ട്. അശാന്തിയാണ് ജീവിതം മുഴുവൻ. ഇങ്ങനെ രണ്ടു കൂട്ടരെ കുറിച്ച് പ്രാചീന ഭാരതീയർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോഴങ്ങനെ രണ്ടു കൂട്ടരുണ്ടോയെന്നറിയില്ല. ഉണ്ടോ? പണ്ടുള്ളവരിപ്പോഴും ഉണ്ട് ഈ രണ്ട് തരക്കാർ. ജീവിതത്തിൽ അവയ്ക്കൊന്നും കാര്യമായ പ്രസക്തി ഇല്ലാതെ വരിക, മറ്റവരുടെ അറിവ് അപ്പോൾ മാത്രം അപഗ്രഥനാത്മകമാകുന്നതാണ്. പുറത്തെല്ലാം പുറത്തുള്ളതിന് നേരത്തെ അപഗ്രഥിച്ച് പഠിച്ചു വയ്ക്കേണ്ടതില്ല. കാരണം അത് തൻ്റെ ഉള്ളിലുള്ളതാണ്. നേരത്തെ പഠിച്ചു വയ്ക്കുന്നത് പലതും വേണ്ടിടത്തായിരിക്കില്ല അപഗ്രഥിക്കുന്നത്. ജീവിതാനുഭവത്തിൽ അവശ്യം വേണ്ട സ്ഥലങ്ങളിൽ അപഗ്രഥിക്കാൻ കഴിയാത്തവരായി, ആവശ്യമില്ലാത്തിടത്ത് അവ പ്രയോഗിച്ച് ചകിതരാകുന്നവരായി ജീവിതം വ്യർത്ഥമാക്കുന്നു എന്ന് പ്രാചീനർക്കൊരഭിപ്രായമുണ്ട്. പലപ്പോഴും കാമസങ്കല്പ മനസ്സുകൾ അമ്മാതിരിയാണെന്ന് പുരാണങ്ങൾ ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇതിനധികാരി ഈ ജീവിതത്തിൻ്റെ രംഗവേദിയിൽ എന്തിന് നാം അഷ്ടാവക്രഗീത പഠിക്കണം? അധികാരി, വിഷയം, സംബന്ധം, പ്രയോജനം, അനുബന്ധ ചതുഷ്ടയം എന്ന് പറയും. പ്രാചീനരെല്ലാം ഇത് നോക്കിയിട്ടേ പഠിപ്പിച്ചിട്ടുള്ളൂ. ആധുനികതയിൽ ഇത് ഇല്ലെങ്കിലും ആധുനികർ പ്രാചീനങ്ങളായ പുസ്തകങ്ങൾ പഠിക്കുമ്പോഴെങ്കിലും ഈ ചോദ്യം ചോദിക്കും. അതിനുള്ള സമാധാനമായി പറയുന്നത്. കാരണം കണ്ണൂരിൽ നിന്ന് ഇവിടെ എത്തി, ഫീസുണ്ടോ വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാനതൊന്നും ചോദിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഭക്ഷണവും മറ്റു കാര്യമൊക്കെ എങ്ങനെയാണ് തരുന്നതെന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ഒന്നും എൻ്റെ പണിയല്ലാത്തതുകൊണ്ട് ഞാൻ അന്വേഷിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നതിൽ വല്ല തെറ്റും പറ്റിയാൽ ക്ഷമിക്കണം. വണ്ടിക്കൂലിയൊക്കെ മുടക്കി ഇവിടെ എത്തി, ഇവിടെ പേരുമൊക്കെ രജിസ്റ്റർ ചെയ്ത് ഇതുമൊക്കെ കുത്തിക്കഴിഞ്ഞ ഒരു മാന്യ സുഹൃത്ത് കണ്ണൂരിൽ നിന്ന് വന്ന് എന്നോട് ചോദിക്കുകയുണ്ടായി രാവിലെ. അതുകൊണ്ടായി ഇത് പറയേണ്ടി വന്നത്. അല്ലെ നേരെ ഞാൻ അഷ്ടാവക്രഗീതയിലേക്ക് കടക്കുകയുള്ളൂ വിഷയം തീർക്കാൻ. അദ്ദേഹം എന്നോട് ചോദിച്ചത്, പുറപ്പെടുന്നതിന് മുമ്പ് വീട്ടിലുള്ളവർ ചോദിച്ചു, എന്തിനാ ഇതൊക്കെ പഠിക്കുന്നത്? എനിക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല.
അദ്ദേഹം പറഞ്ഞ ഭാഷ അതുപോലെ പറഞ്ഞാൽ ഈ വയ്യാവേലിയൊക്കെ എന്തിനാ പഠിക്കുന്നത്? എനിക്ക് ഉത്തരം പറയാൻ അപ്പോൾ കഴിഞ്ഞില്ല. വേറെയും രണ്ടുപേർ ഇതേ ചോദ്യം എന്നോട് ചോദിച്ചു. അവർ ചോദിച്ചത് കുറച്ചുകൂടെ സ്വരം മാറ്റിയാണ്. വീട്ടിൽ ചോദിച്ചു എന്നല്ല, ഇതിന് ആളുകളെ വിളിക്കാൻ പോയപ്പോൾ ചിലർ ഞങ്ങളോട് ചോദിച്ചു എന്നാണ്. അതിനുത്തരം പിന്നെ എളുപ്പമാണ്, വിളിക്കാൻ പോകാതിരിക്കുക എന്ന ഉത്തരം കൊണ്ട് തീരും. ആദ്യത്തത് അങ്ങനെ തീരില്ലല്ലോ, കാരണം ഉള്ളിലാണല്ലോ ഇത് വരുന്നത്. എന്താണ് ഇതിൻ്റെ പ്രയോജനം? എന്തിനിത് പഠിക്കണം? ലോകത്തിൽ പഠിക്കാനൊന്നിനിറങ്ങിത്തിരിച്ചാൽ അത് അനുഭവമാകുന്നതുവരെ പ്രയോജനം കാര്യമായിട്ടില്ല. അറിവ് പ്രയോജനപ്പെടുന്നതിനൊരു ദൈർഘ്യവുമുണ്ട്. ആ ദൈർഘ്യം വ്യക്തി അധിഷ്ഠിതമാണ്. വാസനകൾ മറ്ററിവുകളായി പ്രകടമല്ലാത്തവരിൽ കേൾക്കുന്ന മാത്രയിൽ പ്രയോജനമാണ്. ഒരറിവെനിക്ക് ലഭിച്ചാൽ അപ്പോൾ തന്നെ പ്രയോജനപ്പെടുന്ന കുറച്ചു പേരുണ്ട്. അവർ ഉറക്കെ പറയും, ഇന്നതായിരുന്നു എൻ്റെ വഴിത്തിരിവ്, ഞാൻ ഇന്നത് കേട്ടു, അവിടുന്നാണ് ഞാൻ മാറിയത്, ഇന്നെനിക്ക് ശാന്തിയുണ്ട്. മറ്റേയാളിന് സമ്മതമാവില്ല, അയാൾ വലത്തുവശത്തിരുന്ന് ഇത് തന്നെ കേട്ടതാ, മനസ്സിലായില്ല, അയാൾക്ക് ഒരു മാറ്റവും വന്നില്ല, പഴയ സ്വഭാവമൊക്കെ ഇപ്പോഴും ഉണ്ട്, പക്ഷെ കേൾക്കുന്നുമുണ്ട്. കാരണം അയാളുടെ വാസനകൾ അറ്റുപോകാതെ കേൾക്കുന്നതാണ്. അപ്പോൾ എന്താണ് വാസന? അത്രേ അറിഞ്ഞിട്ട് കേൾക്കാം. കാരണം ഇങ്ങനെ സംശയമുള്ളവർ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് അറിയുന്നത് കൊണ്ട് പറയുകയാണ്. ആരുമില്ലെങ്കിൽ ഞാൻ നേരെ അഷ്ടാവക്രഗീതയിലേക്ക് കടന്നാൽ മതി. ആർക്കെങ്കിലും തോന്നുകയാണ് അഷ്ടാവക്രഗീത പഠിപ്പിച്ചാൽ പോരെ, അതിലും ഇതൊക്കെ തന്നെ വരുമെങ്കിലും അധികാരി, വിഷയം, സംബന്ധം, പ്രയോജനം, വിഷയം ഞാൻ പറഞ്ഞു നേരത്തെ. ആരാണ് അധികാരി? അത് പറയുമ്പോൾ ഇത് ഓർക്കണം. ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസനകൾ, ഇന്ദ്രിയജനിത അനുഭവങ്ങൾ, ഇങ്ങനെ രണ്ടുണ്ട്. ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവുമായി കാണുന്ന ഈ പ്രപഞ്ചവും അനുഭവിക്കുമ്പോൾ തന്നെ സ്ഥൂല ശരീരത്തിന് കിട്ടുന്ന അനുഭവങ്ങളുണ്ട്. അതപ്പ കിട്ടുന്നതാ. ഒരിഡലി ഗോപാലൻ്റെ വീട്ടിൽ പോയി തിന്നുമ്പോൾ വയറ് നിറയും. അത് അന്നേരം കിട്ടുന്ന പ്രയോജനമാണ്. ഇഡലി നിന്ന് വീട്ടിലേക്ക് പോന്നു, ശല്യമില്ല. പക്ഷേ ഗോപാലൻ്റെ വീട്ടിലെ ഇഡലിയും ചട്നിയും തിന്ന് ദഹിച്ച് ശരീരമായി കഴിഞ്ഞിട്ടും വീണ്ടും ആ ഇഡലിയും ചട്നിയും നിൽക്കുന്ന ഒരു ശാരീരിക തലമുണ്ട്, സ്ഥൂല ശരീരത്തിലല്ല. അതറിയുന്നത് ഭാര്യ ഇഡലി ഉണ്ടാക്കുമ്പോഴാണ്. ഭാര്യ ഇഡലിയൊക്കെ ഉണ്ടാക്കി വീട്ടിൽ കൊണ്ട് വെച്ചു കൊടുക്കുമ്പോൾ ആ ഇഡലി ഞമ്മോ ഞമ്മോ എന്നാണ് ഇരിക്കുന്നതെങ്കിൽ നീ ഒരാഴ്ച പോയി ഗോപാലൻ്റെ ഭാര്യയുടെ അടുക്ക ട്രെയിനിങ് നടത്തിയിരുന്നെങ്കിൽ അറിയായിരുന്നു. നല്ല പൂ പോലുള്ള ഇഡലി, അത് ചളുങ്ങിയിട്ടൊന്നുമില്ല, കാണേണ്ട ഇഡലിയാണ്. കഴിച്ചിട്ടോ വയറിന് നല്ല സുഖം. രാവിലെ നല്ല പോലെ ശോധനയുണ്ടായി, അവളുടെ വീട്ടിൽ നിന്ന് ഇഡലി തിന്നു. നിന്റെ ഇഡലി തിന്നിട്ട് വയറ്റിൽ നിന്ന് പോകുന്നേ ഇല്ല. അപ്പോൾ ഇപ്പം ഇഡലി മാറി വയറും എൻ്റെ വികാരങ്ങളുമൊക്കെയായി ഇഡലി പരന്നു നിൽക്കുന്ന ഒരു ശരീരം എനിക്കുണ്ട്. 5 കൊല്ലം കഴിഞ്ഞും ഇഡലി കാണുമ്പം ഗോപാലൻ്റെ ഭാര്യയെയും പാത്രത്തിലെ ഇഡലിയെയും ഒക്കെ ആനയിച്ചു കൊണ്ടിരുന്നു എങ്കിൽ അതിനിടയിൽ തിന്ന ഇഡലിയേക്കാളൊക്കെ
വാസനയിൽ നിൽക്കുന്നത് ഗോപാലന്റെ ഇഡലിയാണ്. മനസ്സിലായി? ഇത് ഇന്ദ്രിയജനിത, അനുഭവ ഉൽപ്പന്ന, വാസന ഉത്ബുദ്ധ സൂക്ഷ്മ ശരീരത്തിന്റെ പ്രക്രിയയാണ്. അവർ ശാസ്ത്രീയമായി പറയുമ്പോൾ ഇത്രയും പറയും. അനുഭവം എല്ലാവർക്കും ഉള്ളതാണ്. ഇന്ദ്രിയജനിതങ്ങളായ അനുഭവങ്ങൾ നിലനിൽക്കുമ്പോൾ വേറൊന്നിനവിടെ സ്ഥാനം ലഭിക്കില്ല. സൂക്ഷ്മ ശരീരം ഇമ്മാതിരി ഉത്ബുദ്ധ വാസനകൾ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ അറിവുണ്ടാകയില്ല. ഇന്ദ്രിയജനിതങ്ങളായ അനുഭവ ഉൽപ്പന്ന വാസനകൾ അനുദ്ബുദ്ധങ്ങളാകും, കാരണ ശരീരത്തിൽ പ്രവേശിക്കും. അവനവിടെ ഉറങ്ങിക്കിടക്കും, അനുകൂല പരിതസ്ഥിതിയിൽ ഉണർന്നു വരും. തൻ്റെ വീട്ടുമുറ്റത്ത് തനിക്ക് സഹായത്തിനായി ഒരാൾ വന്നു നിൽക്കുന്നു. തന്നെ സഹായിക്കാനാണ് വന്നിരിക്കുന്നത്. അയാളുടെ മീശ വെട്ടിയിരിക്കുന്നത് 15 കൊല്ലം മുമ്പ് താനുമായി അടിയുണ്ടാക്കി തൻ്റെ മുതുകത്ത് കൈമുട്ടുകൊണ്ടിടിച്ചവൻ്റെ അതേ ഷെയ്പ്പിലാണ് മീശ വെട്ടിയിരിക്കുന്നത്. അകത്തുനിന്ന് ഇറങ്ങി വരുമ്പോൾ അയാളെ കണ്ടപ്പോഴേ ആ മീശയും ഇടിച്ച വ്യക്തിയും ഓർമ്മ വന്നുവെങ്കിൽ പരുഷമായി അറിയാതെ സംഭാഷണം അയാളോട് വരൂ. എന്താ എന്താ വേണ്ടേ? എവിടുന്നാ വരുന്നേ? തീരെ ഇഷ്ടമില്ലാത്ത പോലുള്ള പെരുമാറ്റമാണ്. ഇനി അയാൾ വന്നത് എനിക്ക് ഉപകാരത്തിനാണെന്ന് അറിയുമ്പോൾ ദുഃഖവും ഉണ്ടാവും. ചിലപ്പോൾ വീട്ടിൽ കയറി ഭാര്യയോട് പറയും, ഞാൻ അവനെ കണ്ടപ്പോൾ ഒന്ന് കൊടുക്കാനാ പോയത്, പിന്നെ വിവരം എനിക്ക് വേണ്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അങ്ങ് ക്ഷമിച്ചു. എന്താണ് എനിക്ക് അയാളോട് ഈ വെറുപ്പിന് കാരണം? എല്ലാവരും ഇത് അന്വേഷിക്കില്ല, ചിലരന്വേഷിക്കും. അപ്പോഴാണ് വർഷങ്ങൾക്ക് മുമ്പേ തൻ്റെ ഒരനുഭവം അനുദ്ബുദ്ധമായി തന്നിൽ കിടപ്പുണ്ട്. ഇതൊന്നും ഇന്ന് പഠിക്കാനില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, എൻ്റെ മനസ്സിൻ്റെ പ്രക്രിയകൾ പഠിക്കാനില്ല. അവിടെയാണ് ഈ ദുഃഖങ്ങൾ നിങ്ങൾ പേറുന്നു എങ്കിൽ നിങ്ങളിത് പഠിക്കാൻ അധികാരിയാണ്. ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളിത് പഠിക്കാൻ അധികാരിയാണ്. പറ്റുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പറ്റുന്നുണ്ട്. ഈ അനുദ്ബുദ്ധമായി കിടക്കുന്ന വാസനകൾ ദേശങ്ങളോട്, കാലങ്ങളോട്, വ്യക്തികളോട് ഒക്കെ നമ്മുടെ അനുഭവം കൊണ്ട് ഒട്ടേറെ വാസനകൾ ഉണ്ടാവും. പല ദേശങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ആ വ്യക്തികളെ സ്വതന്ത്രമായ വ്യക്തിയായി കാണുകയില്ല. ആ ദേശവുമായി ചേർത്ത് നാം കേട്ടതോ കണ്ടതോ ആയ അറിവിലൂടെയാണ് വ്യക്തിയെ കാണുന്നത്. ചോദിക്കും, കണ്ണൂരിൽ നിന്ന് ആരൊക്കെയാണ് വന്നിരിക്കുന്നത്? എറണാകുളംകാരാരാ? ഇപ്പം എറണാകുളത്ത് നിന്നുള്ള ഒരാളെ പരിചയപ്പെടാമെന്ന് ഇരിക്കുന്നത് പണ്ടേ എറണാകുളത്തിനോട് പ്രിയമുള്ള രീതിയിലാണെങ്കിൽ ആ പ്രിയം ഒന്ന് പങ്കുവെക്കാനായിരിക്കും. ലോകത്തെല്ലാം കുളമാക്കുന്നവരാണ് എറണാകുളംകാരെന്ന മട്ടിലാണെങ്കിൽ ആ വെറുപ്പോടെ ആയിരിക്കും. മനസ്സിലായില്ല? ഇതൊക്കെ നമ്മുടെ സങ്കല്പത്തിൽ കിടപ്പുണ്ട്. വ്യക്തി നമ്മളിൽ വരുന്നതിനേക്കാൾ വേറെ എല്ലാ വ്യക്തിബന്ധങ്ങളിലും സങ്കല്പങ്ങളുണ്ട്. ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ ഒക്കെ പൊതുനാമങ്ങളാണ്, വ്യക്തിനാമങ്ങളല്ല. പൊതുനാമങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ സമഞ്ജസങ്ങളല്ലെങ്കിൽ അവ വ്യക്തിജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ വ്യക്തികളുമായുള്ള വെറുപ്പിന് കാരണവുമായി തീരും. ലോകത്ത് അച്ഛനെക്കുറിച്ച് എഴുതിയ ഗ്രന്ഥങ്ങൾ
അമ്മയെക്കുറിച്ചെഴുതിയ ഗ്രന്ഥങ്ങൾ, ഭാര്യയെക്കുറിച്ചെഴുതിയ ഗ്രന്ഥങ്ങൾ, ഭർത്താവിനെക്കുറിച്ചെഴുതിയ ഗ്രന്ഥങ്ങൾ, ആ ദിശയിൽ വന്നിട്ടുള്ള ലേഖനങ്ങൾ, അവയെല്ലാം അറിവായി എന്നിലിരിക്കുമ്പോൾ എൻ്റെ ഭാര്യ ഒരു വ്യക്തിയാണെങ്കിലും ആ പൊതുവായ ചിന്തയാണ് ആ വ്യക്തിയിൽ ഞാൻ എപ്പോഴും കാണുക. എൻ്റെ അനുഭവം മറിച്ചായിരുന്നാൽ കൂടി അവളെ ആ പദവിയിൽ നിന്ന് മോചിപ്പിച്ച് കാണാൻ എൻ്റെ മനസ്സ് സമ്മതിക്കില്ല. വിദ്യാഭ്യാസം മനുഷ്യന് ഇമാതിരി ഒരു നരകം മാത്രമാണ് സൃഷ്ടിക്കുന്നതെന്ന് അഭിപ്രായമുള്ളവരും ഉണ്ട്. മനസ്സിലായില്ല. സാഹിത്യവും കലയും ശാസ്ത്രവുമെല്ലാം വ്യക്തിജീവിതത്തെ സാമാജിക ജീവിതത്തിൻ്റെ സാമാന്യ തത്വങ്ങളിൽ ആവാഹിച്ച് പോലീസുകാരനായും എഞ്ചിനീയറായും ഡോക്ടറായും അച്ഛനായും അമ്മയായും സന്യാസിയായും ഗൃഹസ്ഥനായും ബ്രഹ്മചാരിയായുമൊക്കെ അനേക വിധത്തിലുള്ള ആശയ ആവിഷ്കാരങ്ങളിലൂടെ കേട്ടും കണ്ടും തൊട്ടും അറിഞ്ഞ അറിവുകളിൽ നിലകൊള്ളുന്നൊരു മനസ്സ് അവയിൽ ഓരോന്നിലും പെടുമ്പോൾ വ്യക്തിയെ വ്യക്തിയായി കാണാതെ തൻ്റെ പൂർവമായൊരു അറിവിൽ വെച്ച് കാണുന്നു എന്ന വൈകല്യമാണ് ആധുനിക ലോകം വിദ്യാഭ്യാസം കൊണ്ട് അനുഭവിക്കുന്നതെന്നാണ് അക്കൂട്ടരുടെ ആക്ഷേപം. പ്രസക്തമല്ലെന്ന് തോന്നുന്നു. ആക്ഷേപം പ്രസക്തമാണ്. നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ, നിങ്ങളുടെ മകനെ, നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് അനുഭവമുള്ള തലത്തിൽ കാണുന്നുവോ? നിങ്ങൾ ഓരോ ദേശത്തുമുള്ളവനെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ട് കാണുന്നുവോ? അതിനെക്കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുള്ളതും കേട്ടറിഞ്ഞിട്ടുള്ളതുമായ ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ കാണുന്നുവോ? അല്ലെങ്കിലും സ്ത്രീകൾ അങ്ങനെയാണ്, അല്ലെങ്കിലും നിങ്ങൾ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെയാണ്, അല്ലെങ്കിലും പുരുഷന്മാരെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം ഒരേ തരമാണ്. നിങ്ങളൊരു ജാതിയെപ്പറ്റി പറയാതിരിക്കുകയാണ് ഭേദം. നിങ്ങളെല്ലാം സമാനമാണ്. വ്യക്തി അനുഭവങ്ങൾ നിത്യനിരന്തരമായി വ്യത്യസ്തമായിരുന്നാൽ പോലും വാക്കുകളിൽ കൂട്ടിച്ചേർക്കുമ്പോൾ മനുഷ്യൻ വ്യക്തിയെ സാമൂഹ്യമായ ഈ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാണുന്നു എന്ന ആക്ഷേപമാണ് മുമ്പേ ഉന്നയിച്ചത്. അത് ശരിയാണെന്ന് ചിലർ, അല്ലെന്നുള്ള പൂർവപക്ഷത്തിൽ നിന്നുകൊണ്ടാണ് പഠിക്കേണ്ടതെന്നുള്ളതുകൊണ്ട് നിങ്ങൾ അങ്ങനെയല്ല കാണുന്നത് എന്ന വാദത്തോടുകൂടി ഈ വാദങ്ങൾ ഉന്നയിച്ചാൽ അങ്ങനെയല്ല. വ്യക്തിജീവിതത്തിലെ വൈകല്യങ്ങൾക്ക് മുഴുവൻ കാരണം താൻ പഠിച്ചറിഞ്ഞ അറിവുകളും തൻ്റെ അനുഭവങ്ങളെപ്പോലും നിഷേധിക്കുവാൻ പര്യാപ്തമാകുമാറ് സൂക്ഷ്മവാസനാതലങ്ങളിലേക്ക് പലതും എത്തിച്ചേരുന്നു. അവ വിദ്യാഭ്യാസമുള്ളവനെ വിവരമില്ലാത്തവനാക്കുകയും ചെയ്യുന്നു എന്നാണ് അവരുടെ ആക്ഷേപം. അല്പമെങ്കിലും പ്രസക്തി ഉണ്ടോ? ഉണ്ടോ? പേര് പലതും ഇങ്ങനെയൊക്കെ ഭാഷയെ പറയും. പക്ഷെ ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നുള്ളതാണ് പ്രശ്നം.
ഞാനൊരു കഥ എഴുതുമ്പോൾ ഞാൻ കഥയാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് എന്നെ ശിക്ഷിക്കാനാവില്ല, എൻ്റെ ഭാവന മാത്രമാണ്. പക്ഷെ എൻ്റെ കഥയിലെ കഥാപാത്രങ്ങൾ നിങ്ങളുടെ വായനയിലൂടെ നിങ്ങളും നിങ്ങളുടെ ചുറ്റുപാടുള്ളവരുമായി മാറിക്കഴിയുമ്പോൾ അത് നിങ്ങളുടെ അനുഭവമായി അവിടെ കിടക്കുകയാണ്. നിങ്ങൾ ഇടപെടുന്ന വ്യക്തികളെ നിങ്ങൾ എൻ്റെ കഥയിലെ ഭാവനയിലൂടെയാണ് കാണാൻ പോകുന്നതെങ്കിൽ, നിങ്ങളുടെ അനുഭവങ്ങളെ നിങ്ങൾ നിഷേധിക്കുമ്പോൾ നിങ്ങളെ നിഷേധികളാക്കാൻ മാത്രമാണ് എൻ്റെ കഥ സഹായകമായതെങ്കിൽ അത് അറിവിനല്ല, അറിവില്ലായ്മയ്ക്കാണ് സഹായകമായത്. ശരിയല്ല. അങ്ങനെ സംഭവിക്കുമോ? ഇല്ല. എണ്ണമറ്റ കഥകൾ, എണ്ണമറ്റ നോവലുകൾ, എണ്ണമറ്റ നാടകങ്ങൾ, എണ്ണമറ്റ സിനിമകൾ, എണ്ണമറ്റ സീരിയലുകൾ, ഇവയൊക്കെ അറിവിനെയാണ് തരുന്നതെന്നും ഇവയൊക്കെ എത്രത്തോളം വളരുന്നുവോ അത്രത്തോളം നല്ലതാണെന്നും ആ അറിവിലൂടെ മനുഷ്യൻ അറിവ് നേടുന്നുവെന്നും പറയുമ്പോൾ തെറ്റായി മനുഷ്യനെ കാണാനവ പ്രേരിപ്പിക്കുന്നു എന്ന പ്രാചീനരുടെ ആക്ഷേപത്തിന് പ്രസക്തിയില്ല. ഏതോ ഒരച്ഛൻ ഏതോ ഒരു മകനെ ഒരു ദശാസന്ധിയിൽ ഞെരിച്ചു കൊല്ലുന്ന ചിത്രം കാണുന്ന തൻ്റെ മകന് അമ്മാതിരിയുള്ള കഥകളിലൂടെ അച്ഛനെന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ തെറ്റായി മനസ്സിലാക്കുവാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്നേഹനിധിയായ തൻ്റെ അച്ഛനോട് വെറുപ്പുളവാകുവാനും അയാൾ പറയുന്നതെല്ലാം എതിർക്കണമെന്ന് തോന്നുവാനും ഇടയുണ്ടാവുകയില്ല. തീർച്ച ഉണ്ടാകാം. ഉണ്ടാകാമെന്ന് പറഞ്ഞാൽ പോലും ഗതികേടാണ്. ഉണ്ടാകുമെന്നാണ് നിങ്ങൾ പറയുന്നത്. ഞാനതൊരല്പം മയപ്പെടുത്തിയേക്കാം. ഉണ്ടാകാം എന്ന് വന്നാൽ പോലും അത് അപകടമാണ്. മനുഷ്യവികാസത്തിൽ വിദ്യാഭ്യാസം ഇങ്ങനൊരു തലം സംഘടിതമായി സൃഷ്ടിച്ചിട്ടുണ്ട്. മതം, ജാതി, നിങ്ങളുടെ വീടിനടുത്ത് വിജാതീയനായ ഒരുവൻ താമസിക്കുകയും നിങ്ങളുടെ കുട്ടിക്ക് പഠിക്കാൻ അവൻ്റെ കുട്ടി പഠിച്ച പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കുകയും അവൻ്റെ ഭാര്യ നിങ്ങൾ പോകുന്ന വേളയിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് കൂട്ടുകിടക്കുകയും ഭാര്യയ്ക്ക് ഒക്കെ ചെയ്താലും മാധ്യമങ്ങളിലൂടെയും മീറ്റിങ്ങുകളിലൂടെയും നേതാക്കന്മാരുടെ പ്രസംഗങ്ങളിലൂടെയും എണ്ണമറ്റ സാഹിത്യത്തിലൂടെയും നിങ്ങളും അവനും തമ്മിലുള്ള അകലത്തെ വാക്കുകളിലൂടെ ഉറപ്പിക്കുന്നത് വായിച്ചും കേട്ടും വരുന്ന നിങ്ങൾക്ക് ഈ സഹായത്തിനെല്ലാം അപ്പുറം അവനോടൊരു വെറുപ്പുളവായേക്കാം. നിങ്ങളെ നിത്യനിരന്തരമായി ഉപദ്രവിക്കുന്നവനെങ്കിലും തിരിച്ചു നിങ്ങളുടെ ജാതിയിലുള്ളവന്റെ മക്കളുടെ ഉത്സാഹത്തിലും വളർച്ചയിലും താല്പര്യവും ജനിച്ചേക്കാം. ഈ വൈകല്യം മാത്രമേ വിദ്യാഭ്യാസം മനുഷ്യന് നൽകുന്നുള്ളൂ എന്നാണ് മറ്റൊരു കൂട്ടരുടെ ശക്തമായ ആക്ഷേപം. പ്രയോജനം ചോദിച്ചവരോട് മറുപടി പറയാവുന്ന കാര്യങ്ങളാണ്. ദൃശ്യങ്ങളെയും ദൃശ്യപ്രപഞ്ചത്തെയും തൻ്റെ മനസ്സിൻ്റെ ഭാവനാലോകങ്ങളിൽ വച്ചു പഠിക്കുമ്പോൾ സ്വാനുഭവങ്ങളെപ്പോലും നിരസിക്കുമാറ് ഭാവനാലോകങ്ങൾ സത്യമായിത്തീരുന്ന
സത്യമാണെന്ന് വിശ്വസിക്കുന്ന, സത്യമാണെന്ന് ശഠിക്കുന്ന, അതിനനുസരിച്ച് ലോകത്തെ വികൃതമാക്കുന്ന, വൈകൃതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുന്നു വിദ്യാഭ്യാസമെന്ന് പറയാതിരിക്കാൻ വയ്യ. ശരിയല്ല? മതി. അത് ഞാൻ പറയാതിരിക്കുമ്പോഴാണല്ലോ നിങ്ങൾ പറയുന്നത്. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഇവിടെയാണ് വ്യക്തി ഓരോന്നിനെയും അപഗ്രഥിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഒന്നിൽ നിന്ന് മറ്റൊന്നിനുള്ള വ്യത്യാസങ്ങളെ കൂടുതൽ കൂടുതൽ പ്രാധാന്യം നൽകി പഠിക്കുമ്പോൾ വരുന്ന അപകടം. വ്യത്യാസങ്ങളെ എല്ലാം ഉല്ലംഘിക്കുന്ന ഏകീഭാവം എവിടെയുണ്ട് അതന്വേഷിക്കുന്ന പഠനം തുടങ്ങാറായി എങ്കിൽ, മറ്റതിൽ മടുത്തു എങ്കിൽ, മറ്റതിലുള്ള സംഘർഷം വലുതായെങ്കിൽ നിങ്ങൾ ഈ പഠനത്തിന് അധികാരിയാണ്. ഇപ്പൊ വിഷയം, അധികാരി, ഇതിൻ്റെ സംബന്ധം യോഗശാസ്ത്ര ദൃഷ്ടിയാണ്. ഇത് അഷ്ടാവക്ര ജനക സംവാദ രൂപമാണ്. ചക്രവർത്തിയായ ജനകനാണ് ഇതിലെ അന്വേഷകൻ. മഹാശാലനാണ് ജനകൻ. മഹാജ്ഞാനിയാണെന്നല്ല, മഹാശാലനാണ്. ഭൂതഭൗതിക പ്രപഞ്ചത്തിൽ അറിയാവുന്ന ഭൂതവിദ്യകളൊക്കെ പഠിക്കുകയും വേദങ്ങൾ, വേദാംഗങ്ങൾ, ശാസ്ത്രങ്ങൾ എല്ലാം പഠിക്കുകയും ഭൗതിക ലോകത്ത് ഒരു വ്യക്തിക്ക് നേടാവുന്നതെല്ലാം നേടുകയും ചെയ്തിട്ട് നിലകൊള്ളുന്നവനാണ് ജനകൻ. സംഘങ്ങളെല്ലാം പരിത്യജിച്ചവനാണ് അഷ്ടാവക്രൻ. ഇവർ തമ്മിലുള്ളൊരു സംവാദമാണ് ഇതിൽ നാം കാണുന്നത്. അതിൻ്റെ രീതിവിധാനം, മെത്തഡോളജി യോഗശാസ്ത്രത്തിൻ്റെ രീതിയാണ്. അപ്പം അധികാരി, വിഷയം, സംബന്ധം, പ്രയോജനം, വാസനകൾ ഇത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ അധികാരമുള്ളവരാണെങ്കിൽ ഇവിടെ ഇപ്പോൾ മോക്ഷം ലഭിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രയോജനം. മോക്ഷം എന്നാൽ മോചനം. ഭൂമിയിലെ ജീവിതത്തിൽ നിന്നുള്ള മോചനമല്ല മോചനം. അങ്ങനെയാണെങ്കിൽ മരണമാണ് ഏറ്റവും വലിയ മോചനം. ജനനവും മരണവും ഒന്നുമല്ല മോചനം. മോചിക്കാത്തത് ഈ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്നുമല്ല. ദൃശ്യങ്ങൾ ഉണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ, അവയുമായുള്ള എൻ്റെ മനസ്സിൻ്റെ ചേർച്ചയിൽ നിന്നുള്ള മോചനമാണ് മോചനം. ഒരു വസ്തു യദൃച്ഛയായി എന്നിലേക്ക് വന്നു ചേരുമ്പോൾ അതെടുത്ത് പൂർണ്ണ മനസ്സോടെ ഉപയോഗിക്കുന്ന ഞാനും, ഒരു വസ്തുവിന് ആഗ്രഹമുണ്ടായിരിക്കെ ഉപയോഗിക്കുന്ന ഞാനും രണ്ട് തലത്തിലുള്ള ഞാനാണ്. എനിക്ക് കയ്യിൽ കിട്ടിയ ഒരു വസ്തു എൻ്റെ അടുക്കലുള്ളവനും മറ്റൊരുവനും ഞാൻ ഉപയോഗിക്കുന്ന സ്വാതന്ത്ര്യത്തോടെ തന്നെ ഉപയോഗിക്കുവാനുള്ള സ്വാതന്ത്ര്യം തോന്നുന്ന മനസ്സാണ് എൻ്റെതെങ്കിൽ ആ വസ്തുവുമായി
ബന്ധമില്ലാത്ത മോചിതനാണ് ഞാൻ. അത് ഞാൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും എൻ്റേതാണെന്ന ഒരു മമതയിൽ സൂക്ഷിക്കുന്നുവെങ്കിൽ